രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സിനിമ. രണ്ടാമത്തെ പ്രാവശ്യമാണ് സിനിമ കാണുന്നത്. ഈ സിനിമ ഒരു വേറെ ഒരു ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനൊരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ഞാൻ ആ സിനിമ നോർമലായിട്ട് ഞാനിത് കണ്ടപ്പോൾ സംഭവം വേറെ ലെവലാണ്. മേക്കിംഗ്, മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത മേക്കിംഗ്. പിന്നെ എന്താ പറയുക, കൊറിയോഗ്രാഫി ആണെങ്കിലും സീൻസ് ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും ഓരോ ഫ്രെയിംസ് ആണെങ്കിലും വേറെ ലെവലിൽ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സാധനം തന്നെയാണ് ഇത്. ഏതെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് കേട്ട് ഈ സിനിമ നിങ്ങൾ കാണാണ്ടിരുന്നാൽ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഓക്കെ പ്രതീക്ഷ പോലെ തന്നെ എല്ലാം അടിപൊളി. തീർച്ചയായും അടിപൊളി സിനിമയാണ്. ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമ തന്നെയാണ്. തിയേറ്ററിൽ ഒരിക്കലും മിസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ താങ്ക് യു. സിനിമ എങ്ങനെയുണ്ട്? പടം അടിപൊളിയാണ്. മോളിവുഡിന്റെ KGF എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടെക്നിക്കൽ സൈഡും മേക്കിംഗ് സൈഡും എല്ലാം അടിപൊളി. ലാലേട്ടന് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ അറിയണമെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് ഗംഭീരം മൈൻഡ് ബ്ലോവിങ് വിഷ്വൽസ് ആൻഡ് സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക് എല്ലാം കൂടെ അടിപൊളി. പടം അടിപൊളിയാണ്. നമ്മൾ ഈ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ വേറെ ലീഗ്, ഇത് വേറെ ലീഗാണ്. ഇതൊരു കുറച്ചുകൂടെ ഹൈ ബഡ്ജറ്റ് വരുന്നതുകൊണ്ട് ഹോളിവുഡ് ലെവലാണ്. മേക്കിംഗ് ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. രാജുവിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ലാലേട്ടൻ ആ മുട്ടുമടക്കിയുള്ള സീനും പിന്നെ കുറേശ്ശായിട്ടുള്ള രണ്ടും വ്യത്യാസമാണ്. നന്നായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്, ഒരു കമ്പാക്ക് തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു വലിയ കമ്പാക്ക് തന്നെയാണ്. മേക്കിംഗ് ഭയങ്കര ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. അടിപൊളി പടം. ഒന്നും പറയാം, ഒരു രക്ഷയില്ലേ? ഒരു രക്ഷയില്ല. എന്തായാലും കണ്ടോ, പറഞ്ഞോ. അടിപൊളി പടം പറയാം. ഹോളിവുഡ് മൂവി കണ്ട പോലെ ഉണ്ട്. അതല്ലേ, അടിപൊളിയാണ്. ഓക്കെ ഞാൻ ബോംബെയിൽ തന്നെ 9:30 നോക്കി ഫ്രണ്ട് റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9:30 കണ്ടു. ഇപ്പോൾ അടിപൊളിയാണ് പടം. എൽഫ്രീഡ് എന്ന അനൗൺസ്മെന്റ് കൊണ്ട് ഹാപ്പിയാണോ? അതാണ് ഹാപ്പി. അത് പിന്നെ നമ്മൾ ലാലേട്ടനെ കണ്ടാൽ തന്നെ നമ്മൾ ഹാപ്പിയാണല്ലോ. അപ്പോൾ അത്രയും ജസ്റ്റിസ്